നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏറെ വിവാദമായ കാരണവർ വധക്കേസിലെ പ്രതിയായിട്ടുള്ള ഷെറിൻ ഒടുവിൽ ജയിലിന് പുറത്തേക്ക് വരികയാണ്. ഷെറിനെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങളും ചർച്ചകളും വിമർശനങ്ങളൊക്കെ തന്നെ കേരളത്തിലുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ ഒടുവിൽ എല്ലാ ഇത്തരത്തിലുള്ള തടസ്സങ്ങളൊക്കെ നീക്കിക്കൊണ്ടാണ് കാരണവർ വധക്കേസ് പ്രതി ഷെറിൻ ഇപ്പോൾ ജയിലിന് പുറത്തേക്ക് വരുന്നത്. അതേസമയം തന്നെ ഷെറിന്റെ മോചനത്തിനായി ജയിൽ ഉപദേശക സമിതി ഗവർണറെ തെറ്റിദ്ധരിപ്പിക്കുന്ന റിപ്പോർട്ട് നൽകിയെന്ന് പറഞ്ഞുകൊണ്ട് ഷെറിന്റെ ഒരു സഹതടവുകാരി വരികയാണ്. ഈ സഹതടവുകാരി ഇതാദ്യമായിട്ടല്ല. ഇതിനു മുൻപും ഷെറിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ജയിലിനുള്ളിൽ എന്താണ് ഷെറിന് ലഭിക്കുന്ന പരിഗണന, അല്ലെങ്കിൽ ഷെറിനെ എങ്ങനെയാണ് അവിടെയുള്ള ജയിൽ അധികൃതർ കാണുന്നത് തുടങ്ങിയിട്ടുള്ള വളരെ വിമർശനം നിറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ജയിലിനുള്ളിൽ നടക്കുന്ന പല കാര്യങ്ങളും വെട്ടി തുറന്നു പറഞ്ഞുകൊണ്ട് ഈ സഹതടവുകാരി മുൻപും വന്നിട്ടുണ്ട്. ഇപ്പോൾ തലക്കുളം സ്വദേശി സുനിതയാണ് വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുന്നത്. ജയിലിൽ സർവ്വസ്വാതന്ത്ര്യമുണ്ടായിരുന്ന ഷെറിനെ പ്രത്യേക വസ്ത്രങ്ങളും ഭക്ഷണവും മേക്കപ്പ് കിറ്റും ഉണ്ടായിരുന്നു. ഷെറിന്റെ മോചനത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും സുനിത പറഞ്ഞിരിക്കുകയാണ്. മന്ത്രിസഭയുടെ ഇടപെടലാണ് ഷെറിന്റെ മോചനം വേഗത്തിലാക്കിയത്. അവർക്ക് പുറത്തിറങ്ങാനുള്ള യാതൊരു സാഹചര്യവും നിലവിലില്ല. ഷെറിനേക്കാൾ യോഗ്യതയുള്ള 5ഓളം സ്ത്രീ തടവുകാർ ഓപ്പൺ ജയിലിലുണ്ട്. നല്ല പെരുമാറ്റമുള്ള പ്രതികളെ മാത്രമേ ഓപ്പൺ ജയിലിലേക്ക് മാറ്റുകയുള്ളൂ. അത്തരത്തിലൊരു സാധ്യത ഷെറിനുണ്ടായിട്ടില്ല. അങ്ങനെ ഒരാളെയാണ് മന്ത്രിസഭ മുൻകൈയെടുത്ത് പുറത്തേക്ക് വിടുന്നത്. ജയിലിൽ സൂപ്രണ്ട് കൊടുത്ത റിപ്പോർട്ട് ഷെറിന് അനുകൂലമായിട്ടുള്ളതാവണം. അതിനാലാണ് ഗവർണർ അതിൽ ഒപ്പുവെച്ചത്. ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ചയാൾ ജയിലിനുള്ളിൽ ജോലി ചെയ്യണമെന്നത് നിർബന്ധമാണ്. എന്നാൽ ഷെറിൻ ജോലി ചെയ്യാറില്ല. ഷെറിന്റെ വസ്ത്രങ്ങൾ മറ്റുള്ളവരാണ് കഴുകി കൊടുക്കാറുള്ളത്. 3 നേരവും പുറത്തു നിന്നായിരുന്നു ഭക്ഷണം. ഫോണും ഉപയോഗിച്ചിരുന്നു. ഒരു വിദേശ വനിതയെ ആക്രമിച്ചതിന് 6 മാസം മുമ്പ് ഷെറിനെതിരെ കേസും വന്നതാണ്. എന്നിട്ട് പോലും അവരെ വെറുതെ വിടുക എന്നത് വിരോധാഭാസമാണ്. ജയിലിൽ നിന്ന് കൊടുക്കുന്ന ഡ്രസ്സല്ല, വെള്ള നിറത്തിലുള്ള ലിനൻ വസ്ത്രങ്ങളാണ് ഷെറിൻ ധരിച്ചിരുന്നത്. ബ്യൂട്ടി പാർലർ വീട്ടിൽ തന്നെ എന്ന് പറയുന്നത് പോലെ എല്ലാ സൗകര്യങ്ങളും സൂപ്രണ്ട് അവർക്ക് അനുവദിച്ചിരുന്നു. ഷെറിന് സത്യത്തിൽ പുറത്തിറങ്ങേണ്ട കാര്യമില്ല. ജയിലിനുള്ളിൽ അത്രയും സൗകര്യമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ചില വ്യക്തികൾക്ക് ഷെറിനുമായുള്ള മാനസികവും ശാരീരികവുമായ അടുപ്പമാണ് ഇതിനെല്ലാം കാരണം. ഷെറിൻ പുറത്തിറങ്ങുന്നത് തനിക്കൊരു പ്രശ്നമല്ല. പക്ഷേ ഇതിനേക്കാൾ യോഗ്യതയുള്ളവരുടെ ലിസ്റ്റ് കൊടുത്തിട്ടും അതെല്ലാം തള്ളിക്കളയുകയായിരുന്നു. അത് ശരിയല്ല. നിയമ നടപടിയുമായി മുൻപോട്ട് പോകുമെന്നാണ് ഇപ്പോൾ ഷെറിന്റെ ഒരു സഹതടവുകാരിയായിട്ടുള്ള സുനിത പറഞ്ഞിരിക്കുന്നത്. ഏതായാലും സുനിത ഇതിനു മുൻപും ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. എന്നാൽ അതൊന്നും തന്നെ യാതൊരു തരത്തിലും ഷെറിന്റെ മോചനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിനെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. മുൻപ് ഓരോ ഫയലും ഓരോ ജീവനുണ്ട് എന്ന് 9 കൊല്ലം മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തിലെത്തിയപ്പോൾ സർക്കാർ ജീവനക്കാരെ ഓർമ്മിപ്പിച്ചതാണ്. ഫയൽ നീക്കം സെക്രട്ടേറിയറ്റിൽ വേഗത്തിലാക്കണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. 9 കൊല്ലം കഴിയുമ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ പാലിക്കപ്പെടുകയാണ്. അതും ചെറിയനാട് ഭാസ്കര കാരണവർ വധക്കേസിലെ പ്രതി ഷെറിന്റെ ജയിൽ മോചന ഫയൽ വകുപ്പുകളിൽ അത് നീങ്ങിയതും വളരെ വേഗത്തിലായിരുന്നു. ആ ഫയലിൽ ഒളിച്ചിരിക്കുന്ന ജീവനെ സെക്രട്ടേറിയറ്റുകാർ അതിവേഗം തിരിച്ചറിഞ്ഞു. ഷെറിനെ അകാല വിടുതൽ നൽകി ജയിൽ മോചിതയാക്കാൻ നിർദ്ദേശിച്ച് ഇന്നലെയാണ് ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കിയത്. അതിന് പിന്നാലെ ഷെറിൻ ഇനി ജയിൽ മോചിതയാകാം. ഷെറിനെ ജയിൽ മോചിതയാക്കണമെന്ന കണ്ണൂർ ജയിൽ ഉപദേശക സമിതിയുടെ ശുപാർശ 2024 ഓഗസ്റ്റ് 8-നാണ് ജയിൽ DGPക്ക് സമർപ്പിച്ചത്. പിന്നീട് ശരവേഗത്തിലായിരുന്നു ഷെറിന്റെ ജയിൽ മോചനത്തിനായുള്ള ഓരോ വകുപ്പിന്റെയും ഫയൽ നീക്കം. കഴിഞ്ഞ ജനുവരി 28-ന് ചേർന്ന മന്ത്രിസഭാ യോഗം ഷെറിനെ ജയിൽ മോചിതയാക്കാൻ ശുപാർശ ചെയ്യുകയായിരുന്നു. നിയമവകുപ്പിന്റെ ശുപാർശയിൽ ഇത് സംബന്ധിച്ച് കോടതി വിധികൾ വിശദമായി പരിശോധിച്ചില്ലെന്ന കുറിപ്പും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കോടതി വിധി വിശദമായി പരിശോധിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കുന്ന നിയമവകുപ്പ് അതിന്റെ ഉപസംഹാരത്തിൽ തടവുകാരിക്ക് അകാല വിടുതൽ അനുവദിക്കുന്നതിന് നിയമ തടസ്സമില്ലെന്നും അഭിപ്രായപ്പെടുന്നു. തുടർന്നാണ് ഷെറിൻ എന്ന തടവുകാരിയുടെ അകാല വിടുതൽ അനുവദിക്കണമെന്ന കണ്ണൂർ വനിതാ ജയിൽ ഉപദേശക സമിതിയുടെ ശുപാർശ മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയ്ക്ക് വിടാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉത്തരവിട്ടത്. ജനുവരി 28-ന് ചേർന്ന മന്ത്രിസഭ ഇത് അംഗീകരിച്ചു. ഈ ഫയൽ ഗവർണർ 6 മാസം തടഞ്ഞുവെച്ചു. നിയമോപദേശം അടക്കം തേടിയാണ് ഫയൽ മടക്കിയത്. 18 വർഷം 8 മാസം തടവ് ശിക്ഷ അനുഭവിക്കേണ്ട ഷെറിനെ 14 വർഷം 4 മാസം 17 ദിവസം കൊണ്ട് ജയിൽ മോചന നടപടിക്രമങ്ങൾ തുടങ്ങുകയായിരുന്നു.
ഈ 14 വർഷത്തിനിടെ 1.5 വർഷത്തോളം ഇവർ പരോളിൽ പുറത്തായിരുന്നതായും ജയിൽ രേഖകൾ വ്യക്തമാക്കുന്നു. 20 വർഷത്തിലേറെ ജയിൽ ശിക്ഷ അനുഭവിച്ചവരും പ്രായം ചെന്നവരുമായ തടവുകാർ ജയിൽ മോചനത്തിനായി കാത്തിരിക്കുന്നു. അതിനിടെയാണ് അതിവേഗ ഫയൽ നീക്കവുമായി ഷെറിൻ ജയിൽ വിമോചിതയാകുന്നതെന്ന പ്രത്യേകതയുമുണ്ട്. ഷെറിൻ അടക്കം 11 പേർക്ക് ശിക്ഷ ഇളവ് നൽകി ജയിലിൽ നിന്ന് വിട്ടയക്കണമെന്ന മന്ത്രിസഭാ യോഗത്തിന്റെ ശുപാർശ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അംഗീകരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ജയിലിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ഉത്തരവ് സർക്കാർ പുറത്തിറക്കിയത്. ഇടതുമുന്നണിയിലെ പ്രമുഖന്റെ പ്രധാന ആവശ്യമായിരുന്നു ഷെറിന്റെ മോചനം. അതിലേക്കാണ് വേഗം ഫയൽ നീക്കത്തിലൂടെ കാര്യങ്ങൾ എത്തിയത്. ഷെറിന് ശിക്ഷ ഇളവ് നൽകി വിട്ടയക്കണമെന്ന് സർക്കാർ ശുപാർശ വിവാദങ്ങൾക്കിടെയായിരുന്നു. ഇവർക്ക് അടിക്കടി പരോൾ കിട്ടിയതും ജയിലിൽ സഹതടവുകാരുമായി ഏറ്റുമുട്ടലുണ്ടായ സംഭവം പുറത്തുവന്നതും സർക്കാർ ശുപാർശയ്ക്ക് ശേഷവും ജയിലിൽ പ്രശ്നം സൃഷ്ടിച്ചതും അടക്കമുള്ള കാര്യങ്ങളിൽ രാജ്ഭവൻ കൂടുതൽ വ്യക്തത തേടിയിരുന്നു. ഓരോ തടവുകാരുടെയും കുറ്റകൃത്യം, ശിക്ഷ, പരോൾ ലഭ്യമായത്, ജയിലിലെ പെരുമാറ്റം തുടങ്ങിയ വിശദാംശങ്ങൾ പ്രതിപാദിക്കുന്ന ഫോറം രാജ്ഭവൻ ഏർപ്പെടുത്തി. ശുപാർശയോടൊപ്പം ഈ ഫോറം പൂരിപ്പിച്ച് സർക്കാർ വീണ്ടും ഫയൽ സമർപ്പിച്ചതോടെയാണ് ഗവർണർ അംഗീകാരം നൽകിയത്. ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച് 14 വർഷം തടവ് പൂർത്തിയാക്കിയവരെയാണ് മോചിപ്പിക്കുന്നത്. 2009 ഭർത്തൃപിതാവായ ഭാസ്കര കാരണവരെ ഷെറിനും മറ്റു 3 പ്രതികളും ചേർന്ന് വീടിനുള്ളിൽ വെച്ച് കൊലപ്പെടുത്തിയത്. ശിക്ഷ ഇളവ് ചെയ്ത് വിട്ടയക്കാനുള്ള ശ്രമം നീണ്ടതോടെ ഷെറിന് സർക്കാർ പരോൾ അനുവദിച്ചിരുന്നു. ശിക്ഷ ഇളവിന് പിന്നിലെ ഉന്നത സ്വാധീനം പോലെ തന്നെ സർക്കാരിലെ ഉന്നതതല ഇടപെടലിലൂടെയാണ് പരോൾ ലഭിച്ചതെന്ന് ആക്ഷേപം ഉയരുകയുണ്ടായി. 14 വർഷത്തെ ശിക്ഷ കാലയളവിനുള്ളിൽ 500 ദിവസം ഇവർക്ക് പരോൾ ലഭിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിന്ന കാലത്ത് പരോൾ അനുവദിക്കാൻ നിയമ തടസ്സമുണ്ടെങ്കിലും ഷെറിന് ആദ്യം 30 ദിവസവും പിന്നീട് ദീർഘിപ്പിച്ച് 30 ദിവസവും പരോൾ ലഭിച്ചിരുന്നു. ജയിലിലെ നല്ല നടപ്പ് പരിഗണിച്ചാണ് ശിക്ഷ ഇളവ് ശുപാർശ എന്നായിരുന്നു ജയിൽ ഉപദേശക സമിതിയുടെ അടക്കം ശുപാർശ. എന്നാൽ ശിക്ഷ ഇളവ് ചെയ്യാനുള്ള മന്ത്രിസഭാ തീരുമാനം വന്നതിന് പിന്നാലെ കണ്ണൂർ ജയിലിലെ സഹതടവുകാരിയെ കയ്യേറ്റം ചെയ്തതിന് പോലീസ് കേസെടുത്തിരുന്നു. ഇതൊന്നും ഷെറിന്റെ മോചനത്തിന് തടസ്സമാകുന്നില്ല. ശിക്ഷ ഇളവ് നൽകി വിട്ടയക്കാൻ സർക്കാർ ഉത്തരവിറക്കി. കാരണവർ വധക്കേസ് പ്രതി ഷെറിൻ ഔദ്യോഗികമായി ജയിലിൽ മോചിതയായിട്ടില്ല. നിലവിൽ പരോളിലുള്ള ഷെറിൻ പരോൾ കാലാവധി പൂർത്തിയാകുന്ന മുറയ്ക്ക് ജയിലിൽ തിരിച്ചെത്തും. 22 വരെയാണ് പരോൾ അനുവദിച്ചിരുന്നത്. അതിനിടെ എപ്പോൾ വേണമെങ്കിലും ഷെറിൻ ജയിലിലെത്തും. നടപടിക്രമം പൂർത്തിയാക്കി സർവ്വ സ്വതന്ത്രയുമാകും. ഏതായാലും ഈ സഹതടവുകാരി പറഞ്ഞതുപോലെ അർഹതയുള്ള നിരവധി ആളുകൾ ജയിലിൽ കിടക്കുമ്പോഴാണ് ഷെറിന് വേണ്ടിയുള്ള ആ ഫയൽ അതിവേഗത്തിൽ തന്നെ എല്ലാ വകുപ്പുകളിലൂടെയും നീങ്ങി ഇപ്പോൾ ഒരു പ്രായമായിട്ടുള്ള ഒരു അദ്ദേഹത്തെ കൊന്നതിന് പകരമായിട്ട് ഇപ്പോൾ ഷെറിൻ ജയിൽ മോചിതയാകുന്നത്.